സർവസംശയച്ഛേത്താരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. 22ാമത്തെ ശീർഷകത്തിൽ പ്രവേശിക്കുകയാണ് നമ്മൾ. അതിൻ്റെ പേര് മായ, മഹാമായ. മായ എന്ന് നമ്മൾ പറയുമെങ്കിലും അത് വാസ്തവത്തിൽ വെറും മായയല്ല, മഹാമായയാണ്. അതാണല്ലോ നമ്മൾ മലയാളികൾ പ്രാർത്ഥിക്കുന്നത്, അമ്മേ മഹാമായേ. ഈശ്വരന്റെ അത്ഭുതകരമായ ഒരു ശക്തി വിശേഷമാണ് ഈ മായ. ഈ മായ വേദാന്ത ശാസ്ത്രത്തിൽ പല പേരുകളിൽ അറിയപ്പെടുന്നു. പ്രകൃതി, മനസ്സ്, മൂലപ്രകൃതി, ത്രിഗുണ സംഘാതം, ഇങ്ങനെ പല പേരുകളിൽ ഈ മായ വേദാന്തത്തിൽ പ്രസിദ്ധയാണ്. നോക്കാം മായയെക്കുറിച്ച് ആചാര്യന് എന്താണ് പറയാനുള്ളതെന്ന്. കർമ്മത്തിനൂടെ ശൂന്യം വരുത്തിയിടുമ്പോൾ ജീവൻ നിർമ്മലനായി പരമാനന്ദനായിടുന്നു. കർമ്മമുള്ളളവൊക്കെ ബദ്ധനെന്നുള്ള ഭാവാത് ജന്മാദി ദുഃഖങ്ങളും കൈക്കൊണ്ടിടുന്നു ജീവൻ. താനൊരു ഗുണവാനല്ലായകയാൽ ബന്ധങ്ങളും ആനന്ദസ്വരൂപനാം ആത്മാവിനില്ലെന്നാലും ബന്ധമോക്ഷങ്ങൾ രണ്ടും സംഭവിപ്പിപ്പാനൊരു ബന്ധുവാകുന്നു മഹാമായയെന്നറിഞ്ഞാലും. കർമ്മത്തിനൂടെ ശൂന്യം വരുത്തിയിടുമ്പോൾ ജീവൻ നിർമ്മലനായി പരമാനന്ദനായിടുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ എങ്ങനെയാണ് അവസാനിപ്പിച്ചത്? ദേഹശൂന്യമായ മോക്ഷം, അതായത് വിദേഹമുക്തി സംഭവിക്കും ഒരു ബ്രഹ്മനിഷ്ഠന്. പിന്നീട് ഒരു ശരീര സ്വീകാരം അദ്ദേഹത്തിന് ആവശ്യമില്ല, പുനർജനിക്കുകയില്ല എന്നർത്ഥം. അങ്ങനെ കർമ്മങ്ങളെ ഉന്മൂലനാശം ചെയ്തു കഴിഞ്ഞാൽ, അതാണ് കർമ്മത്തിനോട് ശൂന്യം വരുത്തിയിടുമ്പോൾ എല്ലാ കർമ്മങ്ങളും ജ്ഞാനാഗ്നിയിൽ ഭസ്മമായി തീർന്നാൽ ജീവൻ നിർമ്മലനായി പരമാനന്ദനായിടുന്നു. ദുഃഖിച്ച് കരഞ്ഞ് പെടഞ്ഞ് തളർന്ന് തരിപ്പണമായിരിക്കുന്ന ഈ ജീവഭാവം ഉണ്ടല്ലോ, അത് നിർമ്മലമായ പരമാത്മ ചൈതന്യമായി മാറുന്നു. നിർമ്മലത എപ്പോഴും ഉണ്ട്, കാരണം ഇത് ചൈതന്യാംശം തന്നെയാണ്. പക്ഷെ എന്താണെന്ന് ചോദിച്ചാൽ അന്തഃകരണം എന്നുള്ള ഉപാധിയോടുകൂടെ ചേർന്ന് നിൽക്കുന്നു. ഉപാധിയിൽ പ്രതിഫലിക്കുന്ന ബ്രഹ്മചൈതന്യത്തെയാണ് ജീവൻ എന്ന് പറയുന്നത്. ബുദ്ധിയാകുന്ന ഉപാധിയിൽ ബ്രഹ്മചൈതന്യത്തിന്റെ പ്രതിബിംബത്തെയാണ് ചിദാഭാസൻ അല്ലെങ്കിൽ ജീവൻ, അതുമല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നു. അപ്പൊ ആ ഉപാധിനാശത്തിലൂടെ മാത്രമേ ജീവഭാവം നഷ്ടമാകൂ. പ്രതിബിംബം പ്രത്യക്ഷപ്പെടാതിരിക്കണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, കണ്ണാടി പൊട്ടിച്ചു കളയുക. വേറെ ഒരു രക്ഷയുമില്ല. കാരണം വസ്തു അനശ്വരമാണ്, ബ്രഹ്മം. അത് നഷ്ടമാകുന്ന പ്രശ്നമേ ഇല്ല. കണ്ണാടി പോലെയുള്ള അന്തഃകരണം ഉണ്ടെങ്കിൽ ബ്രഹ്മപ്രതിഫലനം സംഭവിച്ചേ തീരൂ. അതുകൊണ്ട് കണ്ണാടിയെ തകർത്ത് കളയുക, ഉപാധിയെ നശിപ്പിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഉപാധി നഷ്ടമായാൽ അതോടൊപ്പം പ്രതിബിംബവും ഇല്ലാതാവും. ആ ഉപാധിയെ തകർക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സിനെ നമുക്ക്, അല്ലെങ്കിൽ അന്ധഃകരണത്തെ എങ്ങനെയാണ് നശിപ്പിക്കാൻ കഴിയുക? അന്ധഃകരണ നാശം എന്ന് പറഞ്ഞാൽ അന്ധഃകരണത്തിന്റെ ഉപശമം, ചിത്തവൃത്തികൾ അടങ്ങുന്നതാണ്. ചിത്തവൃത്തികളിൽ നിന്ന് ഭിന്നമായ ഒരു മനസ്സ് ഒരിടത്തുമില്ല. ചഞ്ചലതയുടെ അപരനാമമാണ് മനസ്സ്. നഹി ചഞ്ചലതാഹീനം മനഃക്വചന ദൃശ്യതേ എന്നാണ് വസിഷ്ഠ മഹർഷി രാമനെ പറഞ്ഞു കേൾപ്പിക്കുന്നത്. രാമ, ചാഞ്ചല്യമില്ലാത്ത മനസ്സ് ഈ ത്രിഭുവനങ്ങളിൽ ഒരിടത്തും കാണാൻ പറ്റുകയില്ല. കാരണം ചഞ്ചലതയുടെ അല്ലെങ്കിൽ ചലനത്തിന്റെ, അസ്വസ്ഥതയുടെ, ഇളക്കത്തിന്റെ മറ്റൊരു പേരാണ് മനസ്സ്. അപ്പോ ഇളക്കമില്ലാത്ത മനസ്സ് എന്ന് പറഞ്ഞാൽ അത് മനസ്സല്ല. മനസ്സാണെങ്കിൽ ചലിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇളക്കമില്ലാത്ത മനസ്സിനൊരു പേരുണ്ട്, ബ്രഹ്മം. ശാന്തമായ ചിത്തം, സങ്കല്പ വിമുക്തമായ ചിത്തത്തെ തന്നെയാണ് ചിത്ത അല്ലെങ്കിൽ ബോധം എന്ന് വേദാന്തം പറയുന്നത്. അപ്പൊ ആ ഉപാധിയെ നശിപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപാധിയെ തെളിച്ചു കൊണ്ടുവരിക, ശുദ്ധീകരിക്കുക, മനസ്സ് പവിത്രമാവുക എന്ന് പറഞ്ഞാൽ
രജസിന്റെയും തമസിന്റെയും സ്വാധീനത്തെ കുറച്ചു കൊണ്ടുവന്ന് ശുദ്ധ സത്വമനസ്കരായി തീരുക. ആ മനസ്സ് എത്ര കണ്ട് ശുദ്ധമാകുന്നു അത്ര കണ്ട് ആ മാധ്യമത്തിൽ ബ്രഹ്മത്തിന്റെ പ്രതിബിംബം തെളിമയുറ്റതായി. ബ്രഹ്മം അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള മറയോ അവ്യക്തതയോ ഒന്നും കൂടാതെ ശുദ്ധമായ അന്ധകരണത്തിൽ പ്രതിഫലിച്ചാൽ പിന്നെ അവിടെ ജീവഭാവം ഉണ്ടാവില്ല. മലിന മനസ്സിലെ പ്രതിബിംബത്തെയാണ് ജീവൻ. രജസ് തമസ് തുടങ്ങിയ പ്രകൃതി ഗുണങ്ങളോട് ചേർന്ന് ഇളകിക്കൊണ്ടിരിക്കുന്ന പ്രതിബിംബത്തെയാണ് ജീവൻ എന്ന് പറയുന്നത്. ആ ഇളക്കം മനസ്സിൽ നിന്ന് പോയാൽ തന്നെ, മനസ്സ് വൃത്തികളെയൊക്കെ വിട്ടിട്ട് നിന്നാൽ തന്നെ ബ്രഹ്മത്തിന്റെ പ്രതിബിംബം വ്യക്തമായി ഈ അന്ധകരണത്തിൽ പ്രതിഫലിക്കും. അപ്പോൾ വസ്തുജ്ഞാനം ഉണ്ടാകും. ബ്രഹ്മം എന്താണ് എന്നുള്ളത് അറിയാൻ പറ്റും. അതോടൊപ്പം ഈ ജീവഭാവം കള്ളമായിരുന്നു എന്നുള്ള കാര്യവും പിടികിട്ടും. അതാണ് മനസ്സിനെ നിർമ്മലമാക്കി നിർത്തണം, സത്വഗുണം കൊണ്ട് അതിനെ നിറയ്ക്കണം എന്നൊക്കെ പറയുന്നു. ചിത്തശുദ്ധി എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. കർമ്മത്തിലൂടെ ശൂന്യം വരുത്തിയിടുമ്പോൾ ജീവൻ നിർമ്മലനായി പരമാനന്ദനായിടുന്നു. പരമാനന്ദ സ്വരൂപമായ ബ്രഹ്മമാണ് താൻ എന്ന തിരിച്ചറിവ് ഈ ജീവന് ലഭിക്കുന്നു. കർമ്മമുള്ളളവൊക്കെ ബദ്ധനെന്നുള്ള ഭാവാ ജന്മാദി ദുഃഖങ്ങളും കൈക്കൊണ്ടിടുന്നു ജീവൻ. കർമ്മമുള്ള അളവൊക്കെ, എത്ര കാലം കർമ്മങ്ങൾ ബാക്കി നിൽക്കുന്നുവോ എന്ന് പറഞ്ഞാൽ, കർമ്മവാസനകൾ നമ്മുടെ ഉള്ളിൽ എത്ര കാലം തങ്ങി നിൽക്കുന്നുവോ അതുവരെ നമ്മൾ ബദ്ധരായിരിക്കും. കർമ്മവാസനയെ തന്നെയാണ് ശരിക്കും ബന്ധം എന്ന് പറയുന്നത്. കർമ്മം ചെയ്യാനുള്ള പ്രേരണ, താൻ കർത്താവാണെന്ന തോന്നൽ, പലതും ചെയ്തു തീർക്കാനുണ്ട്, കടമ, ഉത്തരവാദിത്വം, പല പേരുകളിലാണല്ലോ നമ്മൾ ഈ കർമ്മത്തെ വിളിക്കുന്നത്. അതൊന്നും വേണ്ടെന്നല്ല. ഇല്ലാത്ത കർമ്മത്തിൽ നമുക്ക് എന്ത് ഉത്തരവാദിത്വമാണ്? കർമാപ്യസത് എന്നാണ് ഗുരുദേവൻ പറയുന്നത്. കർമ്മം അങ്ങേയറ്റം ഇല്ലാത്തതാണ്. ഇല്ലാത്ത കർമ്മം ഞാൻ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് എന്ന് കരുതുന്നതിൽ പരം വിഡ്ഢിത്തം എന്തെങ്കിലും ഉണ്ടോ? ഇതിന്റെ അർത്ഥം കുടുംബം നോക്കണ്ടെന്നോ, കുട്ടികളുടെ കാര്യവും നാട്ടുകാര്യവും ഓഫീസ് കാര്യവും ഒന്നും നോക്കണ്ട എന്നല്ല. ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. മനസ്സിൽ ഞാൻ കർത്താവാണെന്നോ എനിക്ക് എന്തെങ്കിലും ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ള വിചാരമോ ഒന്നും ഇല്ലാതെ മനസ്സ് പവിത്രമായിരിക്കുക. നിർമ്മലനായ ജീവന്റെ പേരാണ് ബ്രഹ്മം. ആ ബ്രഹ്മം ആനന്ദ സ്വരൂപമായതുകൊണ്ട് ഈ ജീവനും ആനന്ദ സ്വരൂപിയായി തീരുന്നു. കർമ്മമുള്ളളവൊക്കെ ബദ്ധനെന്നുള്ള ഭാവാത്, കർമ്മമുള്ളിടത്തോളം കാലം താൻ ബദ്ധനാണ് എന്നുള്ള വിചാരം എന്ന് പറഞ്ഞാൽ, ബദ്ധൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സുഖദുഃഖങ്ങൾ നമ്മെ മാറി മാറി അലട്ടിക്കൊണ്ടിരിക്കും. ഈ സുഖം അലട്ടുന്നില്ലല്ലോ, ദുഃഖമല്ലേ അലട്ടുന്നുള്ളൂ. അതെ, ഈ ദുഃഖം മാറി സുഖം വരുമ്പോ ഒന്ന് ചിരിക്കും, വീണ്ടും ദുഃഖം വരുമ്പോ കരഞ്ഞു തുടങ്ങും. അപ്പൊ രണ്ട് ഭാവങ്ങളും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. ഈ രണ്ട് ബിന്ദുക്കൾക്കിടയ്ക്ക് ആടിക്കളിക്കുന്ന ഒരു കുരങ്ങനാണ് മനുഷ്യ മനസ്സ്. അല്ലെങ്കിൽ ആ വ്യക്തി, മനുഷ്യൻ മനോമയനാണ് എന്നാണ് വേദാന്തം പറയുന്നത്. മനസ്സിൽ നിന്ന് വേറിട്ട ഒരു വ്യക്തിത്വം നമുക്കില്ല. മനസ്സിലാണല്ലോ ഈ ഞാൻ എന്ന ഭാവം. മനസ്സെന്ന് പറഞ്ഞാൽ അന്ധകരണം അല്ലെങ്കിൽ ബുദ്ധി. ആ ബുദ്ധി ഉള്ളിടത്തോളമാണ് ഈ ഞാൻ എന്ന ഭാവം ബാക്കി നിൽക്കുക. കർമ്മമുള്ള അളവൊക്കെ ബദ്ധനെന്നുള്ള ഭാവം, താൻ ബദ്ധനാണ്, എന്തോ ഒരു കുറവ്, പോരായ്മ തനിക്കുണ്ട്, മനസ്സിന് സ്വസ്ഥതയില്ല, ശാന്തിയില്ല. ഇതൊക്കെ തന്നെയാണ് ബദ്ധൻ എന്നുള്ളതിന്റെ ലക്ഷണം. അങ്ങനെ ബദ്ധൻ എന്നുള്ള ഭാവത്താൽ ജന്മാദി ദുഃഖങ്ങളും കൈക്കൊണ്ടിടുന്നു ജീവൻ. ജന്മം തുടങ്ങിയ ദുഃഖങ്ങൾ, ജനിച്ചതിന് ശേഷം എത്ര തരം ദുഃഖങ്ങളാണ്! രോഗം, വിയോഗം, മരണം, അടുത്തവരുടെ ദേഹവിയോഗം, ഓരോന്നും നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് ബാധിക്കുന്നു. പലതരത്തിലാണ് ജീവിതത്തിൽ ദുഃഖങ്ങൾ. അപ്പോ ആ ജന്മം തുടങ്ങിയ ദുഃഖങ്ങളൊക്കെ ഈ ജീവൻ അനുഭവിക്കേണ്ടതായി വരുന്നു. താനൊരു ഗുണവാനല്ലായകയാൽ ബന്ധങ്ങളും ആനന്ദസ്വരൂപനാം ആത്മാവീനില്ലെന്നാലും, താനൊരു ഗുണവാൻ അല്ലായകയാൽ നെഞ്ചിൽ കൈവച്ച് ഞാൻ നല്ലവനാണ്
ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റോ പാപമോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ടാവും? പ്രയാസമാണ്. കാരണം തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. പാപം ചെയ്തില്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും പാപം ചെയ്യാത്തവർ ആരും ഉണ്ടാവില്ല. മനസ്സ്, വാക്ക്, ശരീരം, ഈ 3 കരണങ്ങളിലൂടെയും പാപം ചെയ്യാമല്ലോ. അതുകൊണ്ട് ആരും താൻ അങ്ങേയറ്റം നല്ലവനാണ്, ശ്രേഷ്ഠനാണ് എന്ന് അവരവരുടെ ഉള്ളിൽ തീരുമാനിക്കാൻ കഴിയുകയില്ല. പുറമേ നല്ലവനെ പോലെയൊക്കെ നടിക്കാം, അഭിനയിക്കാം, അത്രയേ ഉള്ളൂ. താനൊരു ഗുണവാനല്ലായകയാൽ അങ്ങനെ ഈ ജീവൻ നിഷ്പക്ഷമായി തന്നെക്കുറിച്ച് ഒരു വിശകലനം നടത്തിയാൽ താൻ നല്ലവനല്ല എന്നുള്ള ഉത്തരമായിരിക്കും തൻ്റെ അന്തരാത്മാവിൽ നിന്ന് കിട്ടുന്നത്. താനൊരു ഗുണവാനല്ലായകയാൽ അങ്ങനെ ഒരു തീരുമാനം അവനവനെ കുറിച്ച്, അതാണ് ശരിയായ വീക്ഷണം. താൻ അത്ര നല്ലവനല്ല എന്നുള്ളത് കൊണ്ട് ബന്ധങ്ങളും അങ്ങനെയാണ് ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. എന്നാൽ അതൊന്നും തൻ്റെ സ്വരൂപത്തിലില്ല, താനാകുന്ന സച്ചിദാനന്ദ ബ്രഹ്മത്തിലില്ല. ആനന്ദസ്വരൂപനാം ആത്മാവിനില്ലെന്നാലും ആനന്ദസ്വരൂപമായ ആത്മാവിൽ ഈ ബന്ധമോ മോക്ഷമോ പോലുമില്ല. ആത്മാവിന്റെ സ്വരൂപമാണ് മോക്ഷം, അത് നിത്യമുക്തമായ സത്യമാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ ഒരിക്കലും ബന്ധത്തിൽ അകപ്പെടാത്ത ഒന്നിനെ മുക്ത വസ്തു എന്നെന്തിനു പറയണം? അത് ഒരിക്കലും ബന്ധത്തിൽ അകപ്പെടുന്നില്ലല്ലോ, പിന്നെ എന്തിനതിനെ മുക്തം എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ, മുക്തരായവരൊക്കെ ഈ വസ്തുവിലാണ് ചെന്ന് ലയിക്കുക. അതുകൊണ്ട് ഇത് ബന്ധത്തിൽ അകപ്പെടാത്ത എന്നും മുക്തിയിൽ കഴിയുന്ന വസ്തുവാണ് എന്ന് പറയുന്നു. പക്ഷെ അതുപോലും പൂർണ്ണമായി ശരിയല്ല. കാരണം ബന്ധമോക്ഷങ്ങൾ സാപേക്ഷങ്ങളായ പദങ്ങളാണ്. ഒന്നുണ്ടെങ്കിലേ മറ്റേതിന് അർത്ഥമുള്ളൂ. അപ്പൊ ഈ ബന്ധങ്ങൾ ആത്മാവിനില്ല, ആനന്ദസ്വരൂപനാം ആത്മാവിനില്ലെന്നാലും ബന്ധമോക്ഷങ്ങൾ രണ്ടും സംഭവിപ്പിപ്പാൻ ഒരു ബന്ധുവാകുന്നു മഹാമായയെന്നറിഞ്ഞാലും ബന്ധമോക്ഷങ്ങൾ ആത്മസ്വരൂപത്തിൽ ഇല്ലെങ്കിലും ഈ ബന്ധമോക്ഷങ്ങളെ രണ്ടിനെയും സംഭവിപ്പിപ്പാൻ, ഉണ്ടാക്കി തീർക്കാൻ ഒരു ബന്ധുവുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ സഹായിക്കുന്ന ഒരു ഘടകമുണ്ട്. ആ ബന്ധുവാണ് മഹാമായ. എന്താണ് ഈ മായ അല്ലെങ്കിൽ മഹാമായ? ആത്മാവിന്റെ അനിർവചനീയമായ ഒരു ശക്തിവിശേഷം. ആത്മാവിൽ നിന്ന് തന്നെയാണ് ഈ മായ പൊന്തുന്നത്. പക്ഷേ അത് ആത്മാവിനെ മറയ്ക്കുന്നത് പോലെ തോന്നുന്നു, ജീവന് സത്യത്വം ഉണ്ടാക്കി തീർക്കും. അപ്പൊ ഈ ബന്ധമോക്ഷങ്ങളെ ഉണ്ടാക്കി തീർക്കാൻ ഒരു വലിയ ബന്ധു എന്ന രീതിയിൽ മഹാമായ പ്രവർത്തിക്കുന്നു. സാരം വായിക്കാം. കർമ്മനാശത്താൽ ശൂന്യം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ദേഹബോധം പൂർണ്ണമായി നഷ്ടപ്പെടുമ്പോൾ, ശരീരം മിഥ്യയാണ് എന്ന് ഉറപ്പാകുമ്പോൾ, ശരീരത്തിലെ ജീവൻ നിർമ്മലനായി പരമാനന്ദനായി ഭവിക്കുന്നു. ശരീരത്തിൽ എത്രത്തോളം കർമ്മം അവശേഷിക്കുന്നുവോ അത്ര നാളേക്കും ബദ്ധൻ എന്ന ഭാവാത് ജന്മാദി ദുഃഖങ്ങൾ ഉണ്ടാകുമെന്നറിഞ്ഞുകൊള്ളുക. തനിക്കൊരു ശരീരമുണ്ടെന്നും ഇത് തൻ്റേതാണെന്നോ അല്ലെങ്കിൽ ഇത് താൻ തന്നെയാണെന്നോ ഉള്ള വിചാരമൊക്കെ ഉള്ളിടത്തോളം കാലം ദുഃഖങ്ങളെ നമുക്ക് ജയിക്കാൻ സാധ്യമല്ല. എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങൾ, അസ്വസ്ഥതകൾ നമ്മുടെ മനസ്സിനെ ബാധിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് ദേഹാത്മബോധത്തെ പരിത്യജിക്കുകയാണ് വേണ്ടത്. താൻ ദേഹവിലക്ഷണനായ ആത്മാവാണ് എന്ന സത്യത്തെ നിരന്തരം ഭാവന ചെയ്തുകൊണ്ട് മറന്നുപോകാതെ ഓരോ പ്രവൃത്തികളിലും നാം ഏർപ്പെടുമ്പോൾ എനിക്ക് ഈ കർമ്മവുമായി യാതൊരു ബന്ധവുമില്ല, ശരീര മനോബുദ്ധികളാണ് കർമ്മത്തിൽ വ്യാപരിക്കുന്നത്, ഞാൻ ഇതിൻ്റെ എല്ലാം സാക്ഷി മാത്രമാണ് എന്ന ഭാവത്തെ ദൃഢീകരിക്കുകയല്ലാതെ ദുഃഖമോചനം സാധ്യമല്ല. ആത്മാവ് ഗുണവാനല്ലെങ്കിലും, ആത്മാവ് ഗുണവാൻ എന്ന് പറഞ്ഞാൽ ഗുണങ്ങളോടുകൂടെ ചേരാത്തവൻ. ഇവിടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ സത്വരജസ്തമോ ഗുണങ്ങൾ, പ്രകൃതിയിലെ ത്രിഗുണങ്ങൾ. ആ ത്രിഗുണങ്ങളുമായി ഈ ആത്മാവ് യഥാർത്ഥത്തിൽ ബന്ധപ്പെടുന്നില്ലെങ്കിലും, ബന്ധങ്ങൾ ആനന്ദ സ്വരൂപനായ ആത്മാവിനില്ലെങ്കിലും ഈ ആത്മാവിന് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. അത് സ്വതന്ത്രമായ, നിഷ്പക്ഷമായ, രണ്ടില്ലാത്ത ഉണ്മയാണ്. അതിന്റെ സ്വരൂപം തന്നെയാണ് ആനന്ദം. അതുകൊണ്ട് അതിന് ആനന്ദം അന്വേഷിക്കേണ്ട കാര്യം പോലും ഇല്ല. അങ്ങനെയൊക്കെയാണ് ഈ ആത്മസ്വരൂപത്തിന്റെ നില. എങ്കിലും ബന്ധുവാകുന്നു മഹാമായ എന്നറിഞ്ഞാലും
ബന്ധുവാകുന്നു മഹാമായ എന്നറിഞ്ഞാലും ഈ മഹാമായ ബന്ധമോക്ഷങ്ങളെ ഉണ്ടാക്കി തീർക്കുന്നു. ആർക്ക്? ഈ ആത്മാവിന്. ബന്ധവും മോക്ഷവും ആത്മസ്വരൂപത്തിൽ യഥാർത്ഥത്തിൽ ഇല്ല. അത് നിത്യമുക്തമായ സത്യമാണ്. എന്നിരുന്നാലും ഈ രണ്ടിനെയും, ബന്ധമോക്ഷങ്ങളെയും സത്യമെന്ന പോലെ തോന്നിക്കാനുള്ള ഒരു അത്ഭുതകരമായ ശക്തി, അതാണ് മായ. അത് ഈ ആത്മാവിൽ നിന്ന് പൊന്തുന്നു. അതുകൊണ്ട് ബന്ധമോക്ഷങ്ങളെ സംഭവിപ്പിക്കുന്ന ബന്ധുവാണ്. ആരുടെ ബന്ധു? ആത്മാവിന്റെ ബന്ധു, ബ്രഹ്മബന്ധു. ബ്രഹ്മത്തിന്റെ ഒരു അടുത്ത ബന്ധുവാണ് ഈ ആത്മാവ്. അടുത്ത ബന്ധു, അടുത്ത ബന്ധം എന്ന് നമ്മൾ പറയുന്നത് എന്തിനെയാണ്? ഭാര്യയ്ക്കാണെങ്കിൽ ഭർത്താവ്, ഭർത്താവാണെങ്കിൽ ഭാര്യ. ഇവിടെ മായ എന്നുള്ളത് സംസ്കൃതത്തിൽ സ്ത്രീലിംഗ ശബ്ദമായതുകൊണ്ട് ഒരു സ്ത്രീയോടാണ് മായയെ എപ്പോഴും ഉപമിക്കുന്നത്. ആ മായയുടെ അധിപതിയായ പരമാത്മാവിനെ ഈ സ്ത്രീയുടെ ഭർത്താവായിട്ടുമാണ് കൽപ്പിക്കുന്നത്. ഇനി നമ്മുടെ ദേവീ ദേവ സങ്കല്പങ്ങളെ നോക്കിയാൽ എല്ലാ ദേവന്മാർക്കും പത്നിമാരുണ്ട്. ബ്രഹ്മാവിനാണെങ്കിൽ സരസ്വതി, മഹാവിഷ്ണുവിനാണെങ്കിൽ മഹാലക്ഷ്മി, പരമേശ്വരനാണെങ്കിൽ പാർവതി. ഇവിടെ സ്ത്രീകളായി പറയപ്പെട്ടിട്ടുള്ളതൊക്കെ ഈ മായാശക്തിയെ തന്നെയാണ്. ഭർത്താവായി കൽപ്പിക്കുന്നത് പരമാത്മാവിനെ. അപ്പൊ 3 പേര് പറയുന്നുണ്ടല്ലോ, ത്രിമൂർത്തികൾ. ത്രിമൂർത്തികൾ 3ആയിട്ട് പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ഒന്നാണ്. എന്നാലും എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, പ്രകൃതി ഗുണങ്ങൾ 3ആണല്ലോ, സത്വം, രജസ്, തമസ്. അപ്പോ ആ ഓരോ ഗുണങ്ങളോടും കൂടെ ഈ ആത്മാവ് ചേരുമ്പോൾ 3 ഭാവങ്ങൾ ഉള്ളതുപോലെ തോന്നുന്നു ഈ ആത്മാവിന്. ബ്രഹ്മദേവൻ രജോ ഗുണവുമായി ചേരുന്ന ആത്മതത്വമാണ്. മഹാവിഷ്ണു സത്വഗുണവുമായി ചേരുന്ന ആത്മതത്വമാണ്. പരമേശ്വരൻ തമോ ഗുണവുമായി ചേരുന്ന ആത്മതത്വമാണ്. അപ്പൊ ഗുണങ്ങളുമായിട്ട് ഈ ആത്മാവ് ചേരുമല്ലേ? അങ്ങനെയല്ല, ചേർന്നതുപോലെ തോന്നുന്നു. അങ്ങനെയാണ് ത്രിമൂർത്തി സങ്കല്പം. ആ ത്രിമൂർത്തികൾ ഓരോരുത്തർക്കും പത്നിമാരായി ലക്ഷ്മി, സരസ്വതി, പാർവതി ഇവരെ കൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ വാസ്തവത്തിൽ മായയുടെ 3 ഗുണങ്ങളാണ്. ഈ ഗുണങ്ങളുമായി ആത്മാവ് ചേരുമ്പോൾ അതാത് ഗുണം ആത്മാവിന് കൈവന്നതുപോലെ തോന്നുന്നു. അതാണ് ഈ മഹാമായയെ ബന്ധു എന്ന് പറയുന്നത്. ആത്മാവിന്റെ ബന്ധു, അടുത്ത ബന്ധം എന്ന് പറഞ്ഞാൽ ഭാര്യയെ പോലെയാണ് ആത്മാവിനെ സംബന്ധിച്ച് ഈ മഹാമായ. ആത്മാവ് ഗുണവാനല്ലെങ്കിലും ബന്ധങ്ങൾ ആനന്ദസ്വരൂപനായ ആത്മാവിന് ഇല്ലെങ്കിലും മോക്ഷത്തിന് കാരണമായി ഭവിക്കുന്ന ബന്ധു മഹാമായയാണ് എന്ന് അറിഞ്ഞുകൊള്ളണം. അടുത്ത വരി വായിക്കാം. അജ്ഞാനസ്വരൂപിണി എന്നല്ലോ ചൊല്ലിയിടുന്നു, വിജ്ഞാനം പിന്നെ മായ തങ്കൽ നിന്നുണ്ടാകുമോ എന്നു സംശയമുള്ളിയിലുണ്ടെങ്കിൽ ചൊല്ലാമതും. വന്നിടും ഒന്നു തന്നെ രണ്ടായിട്ടിരിക്കയാൽ, വിദ്യയും അവിദ്യയും ഇങ്ങനെ രണ്ടായതിൽ വിദ്യയാകുന്നു സദാ വിജ്ഞാനസ്വരൂപിണി. വിദ്യയെ അറിഞ്ഞുപാസിപ്പവർ വിദ്വത്തുകൾ, വിജ്ഞാനജ്ഞാനങ്ങളും ഉള്ളവരവരല്ലോ. അവിദ്യാവശന്മാരായി ഭവിക്കുന്നവരെല്ലാം അവശ്യം സംസാരികൾ എന്നുമെന്നറിഞ്ഞാലും. അജ്ഞാനസ്വരൂപിണി എന്നല്ലോ ചൊല്ലിയിടുന്നു, വിജ്ഞാനം പിന്നെ മായതങ്കൽ നിന്നുണ്ടാകുമോ? മനുഷ്യ മനസ്സിൽ ഉദിക്കാൻ വളരെയേറെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. മായ ബന്ധകാരിണിയാണെന്ന് പറഞ്ഞു. ആത്മാവിനെ മറച്ചു കളയുന്ന ആത്മശക്തി തന്നെയാണ് മായ. അത് മറയുണ്ടാക്കുന്നതാണ്. അജ്ഞാനം ഈ മായയുടെ തന്നെ വേറൊരു പ്രകടനമാണ്. അപ്പോ ഈ അജ്ഞാന സ്വരൂപിണി എന്നല്ലോ ചൊല്ലിയിടുന്നു. ഈ മായയെ അജ്ഞാന സ്വരൂപിണി എന്നാണല്ലോ പറയുന്നത്. ഇനി ഇതേ മായയിലെ ഒരംശമാണ് സത്വഗുണം. 3 ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഒരു ഗുണമായ സത്വഗുണത്തെ ആശ്രയിച്ച് ജ്ഞാനം നേടണമെന്നും പറയുന്നുണ്ടല്ലോ. അപ്പോ ബന്ധകാരിണിയായ മായ എങ്ങനെയാണ് മുക്തിക്ക് കാരണമാകുന്നത്
അറിവിനെ ഉണ്ടാക്കി തീർക്കുന്നത്? ഇങ്ങനെ ഒരു സംശയം ഉള്ളിൽ ഉദിക്കാം. അജ്ഞാന സ്വരൂപിണി എന്നല്ലോ ചൊല്ലിയിടുന്നു, വിജ്ഞാനം പിന്നെ മായ തങ്കൽ നിന്നുണ്ടാകുമോ? അജ്ഞാന സ്വരൂപിണിയായ മായയിൽ നിന്ന് വിജ്ഞാനം അഥവാ ആത്മജ്ഞാനം എങ്ങനെ ഉണ്ടാകും? ഈ മായയെ ആശ്രയിച്ച് തന്നെയാണ് മായയെ തരണം ചെയ്യേണ്ടത് എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ബന്ധത്തെ ഉണ്ടാക്കി തീർക്കുന്ന മായയെ കടക്കാൻ എങ്ങനെ സഹായകമാകും എന്ന് സംശയം ഉള്ളിലുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംശയം സാധകരുടെ ഉള്ളിലുണ്ടെങ്കിൽ ചൊല്ലാം. അതിനും മറുപടി പറയാം. വന്നീടും ഒന്നു തന്നെ രണ്ടായിട്ടിരിക്കയാൽ. മോക്ഷത്തിന് കാരണം മായയുടെ അംശമായ സത്വഗുണം തന്നെയാണ്. മായയുടെ മറ്റ് രണ്ടംശങ്ങളാണ് ബന്ധത്തെ ഉണ്ടാക്കി തീർക്കുന്നത് എന്ന് പറഞ്ഞാൽ രജോ ഗുണവും തമോ ഗുണവും. സത്വഗുണം മായയുടെ അംശം തന്നെയാണെങ്കിലും അത് നമ്മെ മുക്തിയിലേക്ക് നയിക്കും. എന്തുകൊണ്ടെന്നാൽ ഒന്ന് തന്നെയാണ് രണ്ടായി കാണപ്പെടുന്നത്. ഏതൊന്ന്? പരമാത്മാവാകുന്ന ഒന്ന് തന്നെയാണ് വിദ്യാരൂപത്തിലും അവിദ്യാരൂപത്തിലും പ്രകടമാകുന്നത്. വിദ്യാരൂപത്തിൽ പ്രകടമാകുന്നത് സത്വഗുണമാണ്. അവിദ്യാരൂപത്തിൽ പ്രകടമാകുന്നതാണ് മറ്റ് രണ്ട് ഗുണങ്ങൾ, രജസ്സും തമസ്സും. അപ്പോ എല്ലാം ആത്മശക്തി ആയതുകൊണ്ട് അതിൽ നാം എന്തിനെ ആശ്രയിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ബന്ധമോ മോക്ഷമോ എന്നുള്ള വിഷയം. വന്നീടും മോക്ഷം കിട്ടും. മായയെ ആശ്രയിച്ച് തന്നെയാണ് ബന്ധത്തെ നശിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ മായയെ തരണം ചെയ്യേണ്ടത്. ആ കാര്യത്തിൽ സംശയം വേണ്ട. എന്തുകൊണ്ടെന്നാൽ ഒന്നു തന്നെ രണ്ടായിട്ടിരിക്കയാൽ ആത്മാവ് തന്നെയാണ് ആത്മശക്തിയായ മായയായി പ്രകടമായിരിക്കുന്നത്. ശക്തിയും ശക്തനും വേറെയല്ല. പക്ഷേ ഈ ശക്തിയുടെ ഏതംശത്തെ നാം ആശ്രയിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നാം ബദ്ധനാണോ മുക്തനാണോ എന്ന കാര്യം. എന്താണ് മായ രണ്ട് തരത്തിൽ പ്രകടമാകുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിദ്യ അവിദ്യ. വിദ്യയും അവിദ്യയും ഇങ്ങനെ രണ്ടായതിൽ വിദ്യയാകുന്നു സദാ വിജ്ഞാനസ്വരൂപിണി. മായ രണ്ട് തരത്തിലുള്ള പ്രകടന വിശേഷങ്ങളോട് കൂടിയവളാണ്. വിദ്യ അവിദ്യ. വിദ്യ മോക്ഷത്തിന് കാരണമാകും, അവിദ്യ ബന്ധത്തിനും. വിദ്യയും അവിദ്യയും ഇങ്ങനെ രണ്ടായി അതിൽ വിദ്യയാകുന്നു സദാ വിജ്ഞാന സ്വരൂപിണി. അതിൽ ഈ വിദ്യ അഥവാ സത്വഗുണം, സത്വഗുണത്തിന്റെ ഒരു പ്രകടനമാണ് അറിവ്, ജ്ഞാനം. മറയില്ലാത്ത ജ്ഞാനം, വസ്തുവിനെ ഉള്ളതുപോലെ കാണിച്ചു തരുന്നതാണ് ഈ സത്വഗുണത്തിന്റെ സ്വഭാവം. അതുകൊണ്ട് ആ സത്വഗുണത്തെ ആശ്രയിച്ച് തന്നെയാണ് നമുക്ക് രജസ് തമസ്സുകളെ തരണം ചെയ്യേണ്ടത്. ആ വിദ്യ എപ്പോഴും വിജ്ഞാന സ്വരൂപിണിയാണ്. വിജ്ഞാന സ്വരൂപിണി എന്ന് പറഞ്ഞാൽ വിശേഷ ജ്ഞാനത്തെ ഉണ്ടാക്കി തീർക്കുന്നവൾ. വിശേഷ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം, ആത്മാവിനെ ഉള്ളതുപോലെ അറിയിച്ചു തരുന്ന ഒരു ശക്തി ഈ മായയിലുണ്ട്. അതിനെയാണ് വിദ്യ എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് സത്വമായ എന്നും പറയുന്നത്. മറ്റ് രണ്ട് ഗുണങ്ങൾ ചേർന്നതാണ് മലിനമായ. രജസും തമസും ചേർന്നത് മലിനമായ. ആ മലിനമായ മായയെ ആശ്രയിച്ചാൽ ബന്ധമായിരിക്കും നമുക്ക് സംഭവിക്കുക. വിജ്ഞാന സ്വരൂപിണിയായ വിദ്യയെ ആശ്രയിച്ചാൽ മോക്ഷവും നേടാം. വിദ്യയെ അറിഞ്ഞുപാസിപ്പവർ വിദ്വത്തുകൾ. ഈ വിദ്യാവിദ്യകളെ വേണ്ടവണ്ണം വിശകലനം ചെയ്ത് ഒന്ന് ബന്ധത്തിനും മറ്റേത് മോക്ഷത്തിനും കാരണമാകുന്നു എന്ന് മനസ്സിലാക്കി അവിദ്യയെ തള്ളിക്കളഞ്ഞ് വിദ്യയെ ഉപാസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ വിദ്യയെ തന്നെ ആശ്രയിക്കുന്ന വിദ്വാൻമാർ, ബുദ്ധിമാന്മാർ, വിവേകികൾ, വിജ്ഞാനജ്ഞാനങ്ങളും ഉള്ളവരവരല്ലോ. അവർക്ക് വിജ്ഞാനവുമുണ്ട് ജ്ഞാനവുമുണ്ട്. ആർക്ക്? ഈ വിവേകികൾക്ക്. എന്താണ് ജ്ഞാനം വിജ്ഞാനം? ഇങ്ങനെ രണ്ട് വാക്ക് വേദാന്തത്തിൽ നമുക്ക് കാണാൻ കഴിയും. രണ്ടും ഏകദേശം ഒരേ അർത്ഥത്തിലാണ് പ്രയോഗിക്കപ്പെടുന്നതെങ്കിലും ചെറിയ ഒരു അന്തരമുണ്ട്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ വിശേഷമായ അറിവ് എന്ന് പറഞ്ഞാൽ അനുഭവ തലത്തിലുള്ള അറിവിനെയാണ്, ഒന്നിനെ അനുഭവിച്ചറിയുന്നതിനെയാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനം അഥവാ അറിവ് എന്ന് പറയുന്നത് കേട്ടറിവാകാം, അനുഭവിച്ചിട്ടുള്ള അറിവ്. പുസ്തകങ്ങളും മറ്റും വായിച്ച്
അല്ലെങ്കിൽ ആചാര്യന്റെ വാക്കുകൾ ശ്രവിച്ച് നമുക്ക് ആത്മാവിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവുമല്ലോ. അത് ജ്ഞാനം മാത്രമേ ആകുന്നുള്ളൂ. അത് കാലക്രമത്തിൽ വിജ്ഞാനമായി പരിണമിക്കണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞു കേട്ടതിനെ സാക്ഷാത്തായി പ്രത്യക്ഷമായി അനുഭവിക്കണം. അപ്പോഴാണ് ജ്ഞാനം വിജ്ഞാനമാകുന്നത്. അപ്പോൾ ഈ വിദ്യയെ അറിഞ്ഞുപാസിക്കുന്നവർ ആയ വിദ്വാൻമാർക്ക് വിജ്ഞാന ജ്ഞാനങ്ങൾ രണ്ടുമുള്ളവരാണ്. കാരണം അവർക്ക് വിദ്യാവിദ്യകളുടെ സ്വരൂപം എന്തെന്നറിയാം. അവർ അവിദ്യയെ തള്ളിക്കളഞ്ഞ് വിദ്യയെ അംഗീകരിക്കുന്നു. വിദ്യയെ അംഗീകരിച്ച് ബുദ്ധിപരമായി ആത്മതത്വത്തെ ശാസ്ത്രങ്ങളിൽ നിന്നോ ആചാര്യന്മാരിൽ നിന്നോ ഗ്രഹിച്ച് അവർ കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ മുമ്പോട്ട് പോയി അവസാനം ആത്മാവിൽ ചെന്നെത്തുന്നു. വസ്തുവിനെ ഉള്ളതുപോലെ സാക്ഷാത്കരിക്കുന്നു. അതുകൊണ്ട് ഈ വിവേകികൾക്ക് ജ്ഞാനവുമുണ്ട്, വിജ്ഞാനവുമുണ്ട്. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അനുഭവജ്ഞാനം. വസ്തുവിനെ കുറിച്ചുള്ള ശരിയായ അറിവ് അനുഭവത്തിലൂടെ നേടുന്നതാണ് വിജ്ഞാനം. അവിദ്യാവശന്മാരായി ഭവിക്കുന്നവരെല്ലാം അവശ്യം സംസാരികളെന്നും എന്നറിഞ്ഞാൽ വിദ്യയെ ഉപാസിക്കുന്നവർ ജ്ഞാന വിജ്ഞാനങ്ങളുടെ ഉടമകളായിത്തീരും. എന്നാൽ അവിദ്യയെ ഉപാസിക്കുന്നവർ നിശ്ചയമായും അവശ്യം, ആവശ്യമല്ല അവശ്യം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ തീർച്ചയായും സംസാരികളായി തന്നെ കഴിയും. വേറെ ആരെങ്കിലും ഇത് പറയുന്നുണ്ടോ? ഉണ്ടല്ലോ. അവിദ്യയെ ഉപാസിക്കുന്നവർ പോകുന്നു, അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസ്സിലും പോകുന്നു വിദ്യാരഥർ അങ്ങ് അതേക്കാൾ കൂരിരുട്ടിലും. ഈശാവാസ്യോപനിഷത്താണെന്നാണ് എന്റെ ഓർമ്മ. ഈശാവാസ്യോപനിഷത്തിലാണ് ഈ വാക്ക്. ഇത് മലയാളമാണ്. ശ്രീനാരായണ ഗുരുദേവൻ ആ ഉപനിഷത്തിന്റെ അർത്ഥം അല്പം പോലും ചോർന്നു പോകാതെ സുന്ദരമായ ലളിതമായ മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ആ ഈശാവാസ്യോപനിഷത്തിന്റെ തർജ്ജമയിലാണ് ഈ വരികൾ നമുക്ക് കാണാൻ കഴിയുക. അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസ്സിലും പോകുന്നു വിദ്യാരഥർ അങ്ങ് അതേക്കാൾ കൂരിരുട്ടിലും. അതിന്റെ അർത്ഥം പറയാൻ പോയി കഴിഞ്ഞാൽ കുറേയുണ്ട്. എന്തായാലും അവിദ്യയെ ഉപാസിക്കുന്നവർ കൂരിരുട്ടിൽ പോകുന്നു. വിദ്യയെ ഉപാസിക്കുന്നവരാണ് പ്രകാശത്തെ പ്രാപിക്കുക, അറിവിൽ ചെന്നെത്തുക. പക്ഷേ ഈ വിദ്യയെ ഉപാസിക്കുമ്പോ ആ വിദ്യയിൽ ഒരു അന്ധമായ സംഘം ഏർപ്പെട്ട് കഴിഞ്ഞാൽ, വിദ്യയിൽ രതിയുണ്ടായാൽ, വിദ്യയെ തന്നെ അംഗീകരിച്ച് രമിക്കാം, സന്തോഷിക്കാം എന്ന് കരുതി സത്യത്തെ മറന്നുപോയാൽ അവർ അജ്ഞാനികൾ പോകുന്ന ഇരുട്ടിനേക്കാളും വലിയ ഇരുട്ടിലായിരിക്കും ചെന്ന് പതിക്കുക. വിദ്യാരഥർ അങ്ങ് അതേക്കാൾ കൂരിരുട്ടിലും. വിദ്യയെ അംഗീകരിക്കണം, അംഗീകരിച്ചാണ് അവിദ്യയെ തരണം ചെയ്യേണ്ടത്. പക്ഷേ ആ വിദ്യയിൽ രതി, സംഘം, ഒട്ടൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. സംഘം സർവഥാ പരിത്യജിക്കപ്പെടേണ്ടതാണ്. ഒരിക്കലും ഒന്നിലും മനസ്സ് പിടിമുറുക്കരുത്. ആചാരാനുഷ്ഠാനങ്ങൾ നല്ലതല്ലേ? നല്ലതാണ്. ധർമ്മചിന്ത നല്ലതല്ലേ? വളരെ നല്ലതാണ്. ധർമ്മിഷ്ഠനായി തന്നെ നമ്മൾ ജീവിക്കണം. പക്ഷേ ആ ധർമ്മത്തെ അന്ധമായി തത്വബോധത്തിന്റെ പശ്ചാത്തലമില്ലാതെ അനുഷ്ഠിച്ചാൽ ധർമ്മത്തിൽ മനസ്സൊട്ടിപ്പോകും. അത് ഒരു തരത്തിലുള്ള ബന്ധമായി തീരും. അങ്ങനെയുള്ളവർ ഈ അജ്ഞാനികൾ പോകുന്ന തമസിനേക്കാളും കടുത്ത ഇരുട്ടിൽ ചെന്നെത്തും. ഉപനിഷത്തിന്റെ താക്കീതാണ്, മുന്നറിയിപ്പാണ്. എന്തായാലും നമുക്ക് അവിദ്യ വേണ്ടേ വേണ്ട, വിദ്യ മാത്രം മതി. പക്ഷെ അങ്ങനെ വിദ്യയെ ആശ്രയിക്കുമ്പോൾ തത്വത്തെ വിട്ടിട്ട് വിദ്യയിൽ മനസ്സ് മുറുകെ പിടിക്കാതെ ശ്രദ്ധിച്ചു കൊള്ളണം. അത്ര. രണ്ടു നാമങ്ങൾ പൂണ്ടു രണ്ടായിട്ടിരിക്കയാൽ രണ്ടും താൻ തന്നെ അനുഭവിപ്പിച്ചിടുന്നതും രണ്ടുമുള്ളൊന്നല്ലെന്നതാകിലും മഹാമായ ബന്ധമോക്ഷങ്ങൾക്കധീകാരിണിയാകമൂലം ഉള്ളതു തോന്നിപ്പോളും ഉള്ളതായി തോന്നിപ്പിക്കും. ഉള്ളത്തിലവിവേകം ഉള്ളവർക്കെല്ലായ്പ്പോഴും. രണ്ട് നാമങ്ങൾ പൂണ്ട് രണ്ടായിട്ടിരിക്കയാൽ രണ്ട് പേരിൽ അറിയപ്പെടുന്നു. എന്ത്? ഈ ബ്രഹ്മശക്തിയായ മായ. രണ്ട് പേര് വരാൻ കാരണം എന്താ? രണ്ട് തരത്തിലുള്ള പ്രകടനങ്ങൾ. അതുകൊണ്ട് ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ വേർതിരിച്ചറിയാനായി രണ്ട് പേരുകൾ നൽകപ്പെട്ടു. രണ്ട് നാമങ്ങൾ ഇങ്ങനെ സ്വീകരിച്ച് രണ്ടായിട്ടിരിക്കയാൽ
പരസ്പര വിരുദ്ധങ്ങളായ രണ്ട് ശക്തികളായി ഈ മായ പ്രകടമാവുന്നത് കൊണ്ട് ഒന്ന് മോക്ഷകാരിണി, മറ്റേത് ബന്ധകാരിണി. അങ്ങനെ രണ്ടായി ഇരിക്കുന്നത് കൊണ്ട് രണ്ടും താൻ തന്നെ അനുഭവിപ്പിച്ചിടുന്നതും ബന്ധത്തിനെയും ഉണ്ടാക്കുന്നത് മായയാണ്. മോക്ഷത്തിനും കാരണം ഇതേ മായ തന്നെ. പക്ഷെ രണ്ടംശങ്ങളാണ്. അവിദ്യ ബന്ധനത്തിന് കാരണമാകും, വിദ്യ മോക്ഷത്തിന് കാരണമാകും. ഇങ്ങനെ രണ്ടും താൻ തന്നെയാണ് അനുഭവിപ്പിക്കുന്നത്. മായ തന്നെയാണ് രണ്ടിനും ഉത്തരവാദി. രണ്ടുമുള്ളോന്നല്ലതെന്നാകിലും രണ്ടുമുള്ളോന്നല്ലെന്നതാകിലും ഈ വിദ്യയും ശരി അവിദ്യയും ശരി ബ്രഹ്മതലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇല്ലാത്തതാണ്. ബ്രഹ്മത്തിൽ എത്തിച്ചേർന്നവന് മായയേ ഇല്ലല്ലോ. മായയുടെ ആണല്ലോ ഈ രണ്ട് പ്രകടനങ്ങൾ, വിദ്യയും അവിദ്യയും. അപ്പോ ഇത് രണ്ടും ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ച് ഇല്ലാത്തതാണ്. രണ്ടും ഉള്ളോന്നല്ല. ഉള്ളോന്നല്ല എന്ന് പറഞ്ഞാൽ ഉള്ളതല്ല എന്നാകിലും, അങ്ങനെ ആണെങ്കിലും മഹാമായ ഇത് ഈശ്വര ശക്തിയാണ്, ബ്രഹ്മശക്തിയാണ്. ആ മഹാമായ ബന്ധമോക്ഷങ്ങൾക്ക് അധികാരിണിയാക മൂലം, ബന്ധമോക്ഷങ്ങൾക്ക് കാരണക്കാരി ഈ മായ ആയതുകൊണ്ട് ഉള്ളത് തോന്നിപ്പോളം ഉള്ളതായി തോന്നിപ്പിക്കും. ഉള്ളത്തിൽ അവിവേകമുള്ളവർക്ക് എല്ലായ്പ്പോഴും ഉള്ളത് തോന്നിപ്പോളം ഉള്ളതിനെ വെളിവാക്കി തരുന്നതും ഇതേ മായയുടെ ഒരു ശക്തിയാണ്. അതാണ് വിദ്യ എന്ന് പറയുന്നത്. ഉള്ളതിനെ കാണിച്ചു തരും, ബ്രഹ്മത്തെ മറമാറ്റി അനുഭവിപ്പിച്ചു തരും ഈ വിദ്യാരൂപിണിയായ മായ. പക്ഷേ ഉള്ളതായി തോന്നിപ്പിക്കും, ഉള്ളതുപോലെ തോന്നിപ്പിക്കും. എന്തിനെ? പ്രപഞ്ചത്തെയും ശരീരത്തെയും സത്യമെന്ന പോലെ തോന്നിപ്പിക്കും. ആര്? ഈ മായയുടെ മറ്റേ അംശം, അതായത് അവിദ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന അംശം. ആർക്കാണ് ഈ തോന്നൽ ഇവൾ ജനിപ്പിക്കുന്നത്? ഉള്ളത്തിൽ അവിവേകമുള്ളവർക്ക് എല്ലായ്പ്പോഴും ഉള്ളതായി തോന്നിപ്പിക്കും. ഉള്ളത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആർക്കാണോ അജ്ഞാനം ഉള്ളത്, അതായത് ആരാണോ അജ്ഞാനികളായിരിക്കുന്നത്, അവർക്ക് ഈ മായ എന്നും ശരീരത്തെയും പ്രപഞ്ചത്തെയും സത്യമെന്ന പോലെ തോന്നിപ്പിക്കും. അങ്ങനെ അവരെ ഭ്രമത്തിൽ അകപ്പെടുത്തും. അതുകൊണ്ട് എന്തിനെ ആശ്രയിക്കണം എന്നുള്ളതാണ്. നമ്മൾ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതും അല്ലാത്തതുമായ പല സാധനങ്ങളും ഉണ്ടാവും. നമ്മൾ അവിടെ ചെന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങി മടങ്ങി വരുന്നില്ലേ? ഇതുപോലെ തന്നെയാണ് ബ്രഹ്മത്തിന്റെ ശക്തി മായ. ആ മായ രണ്ടു തരത്തിൽ പ്രവർത്തിക്കും. ഒന്ന് ബന്ധിപ്പിക്കുന്ന ശക്തി, മറ്റേത് മോചനം നൽകുന്ന ശക്തി. ഞാൻ എന്ത് വേണം? എനിക്ക് രക്ഷ വേണം. സംസാര ദുഃഖങ്ങളിൽ നിന്ന് മുക്തനാകണമെങ്കിൽ ഞാൻ വിദ്യാരൂപിണിയായ മായയെ അംഗീകരിക്കണം, മോക്ഷകാരിണിയായ മായയെ അംഗീകരിക്കണം, ആ മായ അംശത്തെ അംഗീകരിക്കണം. മറ്റേത് അതവിടെ ഇരുന്നോട്ടെ, അതിന്റെ പുറകെ കുറെ പേര് പോവും. അവർ സംസാരത്തിൽ പതിച്ചു കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്തു വേണം, ഞാൻ എൻ്റെ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനാണ് പ്രാധാന്യം. അല്ലാതെ ബ്രഹ്മശക്തി എത്ര തരത്തിൽ പ്രകടമാകുന്നു എന്നുള്ളതല്ല. നമുക്ക് ആവശ്യമെന്ത്? നിങ്ങൾക്ക് ബന്ധമാണോ വേണ്ടത്? അവിദ്യയുടെ പുറകെ പൊക്കോളൂ. മോക്ഷമാണോ, ദുഃഖമോചനമാണോ നിങ്ങൾക്ക് വേണ്ടത്? വിദ്യാരൂപിണിയെ ആശ്രയിച്ചോളൂ. ഇതാണ് ശാസ്ത്രം പറയുന്നത്. ഉള്ളത് തോന്നിപ്പോളം ഉള്ളതായി തോന്നിപ്പിക്കും. ഉള്ളത്തിൽ അവിവേകമുള്ളവർക്ക് എല്ലായ്പ്പോഴും ഉള്ളതിനെ ഉള്ളതുപോലെ കാണിച്ചു തരുന്ന ശക്തിയാണ് വിദ്യാരൂപിണിയായ മായ. ഉള്ളതിനെ തെറ്റിദ്ധരിപ്പിച്ച് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ തോന്നിപ്പിക്കുന്ന ശക്തിയും ഈ ബ്രഹ്മത്തിലുണ്ട്. അതാണ് അവിദ്യാരൂപിണിയായ മായ. നമുക്ക് എന്താണ് വേണ്ടത്? നമ്മുടെ ലക്ഷ്യമെന്ത്? ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കുന്നതാണോ? പേരും പ്രശസ്തിയും ഒക്കെയാണോ നമുക്ക് വേണ്ടത്? അങ്ങനെയുള്ളവർ ലൗകികന്മാരായി അവിദ്യയുടെ പുറകെ പോകും. വിവേകികൾ വിദ്യാരൂപിണിയായ മായയാണ് ആശ്രയിക്കുക. സാരം വായിക്കാം. മഹാമായ അജ്ഞാന സ്വരൂപിണി എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഈ മായയിൽ നിന്ന് തന്നെയാണ് വിജ്ഞാനം ഉണ്ടാകുന്നത്. അതിൽ സംശയമുണ്ടെങ്കിൽ അതും പറയാം. അവിദ്യയ്ക്ക് അടിമകളായി ജീവിക്കുന്നവരെല്ലാം സംസാരികളാണ് എന്നറിഞ്ഞുകൊള്ളുക. വിദ്യയെന്നും അവിദ്യയെന്നും രണ്ട് നാമങ്ങളോട് കൂടി ഇരിക്കുന്നത് കൊണ്ട് രണ്ടും അനുഭവിക്കുന്നത് ഒരാൾ തന്നെയാണ്. ഒരാൾ തന്നെയാണെന്ന് പറഞ്ഞാൽ ഒരൊറ്റ പരമാത്മാവ്. പല ജീവന്മാരായി അത് പ്രകടമാകുന്നു എന്നുള്ളത് ശരി.
പക്ഷേ ഇവിടെ അനുഭവിക്കാൻ വിദ്യയുടെ സ്വാധീനത്തെയും അവിദ്യയുടെ സ്വാധീനത്തെയും അനുഭവിക്കാൻ ഒരൊറ്റ ചൈതന്യമേ ഉള്ളൂ. അതാണ് രണ്ടും അനുഭവിക്കുന്നത് ഒരാൾ തന്നെ എന്ന് പറയുന്നത്. അത് ആളല്ല, ഒരേ ചിത്ത് തന്നെയാണ് രണ്ടിനെയും അനുഭവിക്കുന്നത്. മോക്ഷത്തെയും ബന്ധത്തെയും രണ്ടിനെയും അനുഭവിക്കാൻ ഒരൊറ്റ ചൈതന്യമേ ഉള്ളൂ. രണ്ടും തെറ്റാണ്. ശുദ്ധ ചിത്താണ് യഥാർത്ഥത്തിലുള്ളത് എന്നുള്ളത് ശരി. പക്ഷേ മായയുടെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ രണ്ടനുഭവങ്ങൾ നമുക്കുള്ളതുപോലെ തോന്നും. ഉള്ളത്തിൽ അവിവേകമുള്ളത് കാരണം രണ്ടും ഒന്നാണെങ്കിലും മഹാമായ ബന്ധത്തിനും മോക്ഷത്തിനും അധികാരിണി ആയതുമൂലം മാനസിക വിഭ്രാന്തി ഉള്ളതായി തോന്നിപ്പിക്കുന്നു. ഒരൊറ്റ ശക്തിയാണ്, പക്ഷേ അതിൻ്റെ ഒരംശം ബന്ധത്തിലേക്ക് നയിക്കും, മറ്റേത് മോക്ഷത്തിലേക്ക് നയിക്കും. നമ്മുടെ ലക്ഷ്യമെന്ത് എന്നുള്ളത് തീരുമാനിച്ച് അതിന് ഉപകരിക്കുന്ന ശക്തി വിശേഷത്തെ നാം അംഗീകരിക്കും. അവിടെയാണ് നമ്മുടെ വിവേകത്തെ പ്രയോഗിക്കേണ്ടത്. പൗരുഷ പ്രയോഗം ഇവിടെയാണ് നടത്തേണ്ടത്. മണ്ടന് ഏതാണ് തനിക്ക് ഹിതം, ഏതാണ് ദോഷം എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റില്ല. അവരാണ് മൃഗതുല്യരായി ഇന്ദ്രിയ ഭോഗങ്ങൾക്ക് അടിമപ്പെട്ട് ഇവിടെ കഴിയുന്നത്. ഇനി മായ എന്നുള്ള പദത്തിന് ഒരു നിർവചനം ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ നിർവചനം ഒരു കയ്യെഴുത്ത് പ്രതിയിൽ നിന്ന് എടുത്തു ചേർത്തതാണ് എന്ന് സൂചിപ്പിച്ചിട്ടുമുണ്ട്. ആരെഴുതിയതാണെന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഒന്നാം തരം ഒരു നിർവചനമാണ് മായയ്ക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മായ നിർവചനം. ഇതിനേക്കാളും ഭംഗിയായി മായയെ നിർവചിക്കാനോ വ്യക്തമാക്കാനോ സാധ്യമല്ല. ഉത്പത്തി ഇല്ലാത്തതായും അനന്തശക്തിയോട് കൂടിയതായും സ്വരൂപത്തിൽ വ്യാപകമുള്ളതായും സദസത് വിലക്ഷണമായും അവിദ്യ അജ്ഞാനം എന്നീ പേരുകളോട് കൂടിയതായും അപരോക്ഷജ്ഞാനത്താൽ നാശം പ്രാപിക്കുന്നതായും ഇരിക്കുന്ന അനിർവചനീയ ശക്തിയെ മായ എന്ന് പറയുന്നു. എത്ര സുന്ദരവും ഗംഭീരവുമായ നിർവചനം. ഉത്പത്തി ഇല്ലാത്തതായി. ഈ മായ എപ്പോഴാണ് തുടങ്ങിയത്? എന്നാണ് ഈ മായാശക്തി ബ്രഹ്മത്തിൽ നിന്ന് പൊന്തിയത്? ആർക്കും കണ്ടെത്താൻ പറ്റില്ല. അതാണ് ഉത്പത്തി ഇല്ലാത്തതായി. അനന്തശക്തിയോട് കൂടിയതായി. അനന്തശക്തിയോട് കൂടിയതാണ്. ഈ പ്രപഞ്ചത്തെ കണ്ണു തുറന്നു നോക്കൂ. എത്രയെത്ര പദാർത്ഥങ്ങൾ, എത്രയെത്ര ജീവജാലങ്ങൾ. ഓരോന്നിനും തനതായ സ്വഭാവവിശേഷങ്ങളും ശക്തിവിശേഷങ്ങളും ഉണ്ട്. ആരാ ഇതിനൊക്കെ ഉത്തരവാദി? നമ്മൾ ദൈവം എന്ന് പറയും. ദൈവം അങ്ങനെ നേരിട്ട് ആർക്കും ഒരു ശക്തിയും പ്രദാനം ചെയ്യുന്നില്ല. ഈശ്വര ശക്തിയായ മായയാണ് ഇതിനെല്ലാം ഉത്തരവാദി. അതാണ് അനന്തശക്തിയോട് കൂടിയതായും എന്ന് പറയുന്നത്. സ്വരൂപത്തിൽ വ്യാപകമുള്ളതായും. സ്വരൂപത്തിൽ വ്യാപകമുള്ളതായും എന്ന് പറഞ്ഞാൽ ഈ മായ സ്വതവേ തന്നിൽ തന്നെ അനന്ത സ്വരൂപത്തോട് കൂടിയതാണ്. മായയുടെ സ്വാധീനം എത്ര കണ്ടുണ്ട് എന്ന് ആർക്കും വിശകലനം ചെയ്ത് തീരുമാനിക്കാൻ സാധ്യമല്ല. സ്വരൂപത്തിൽ നല്ല വ്യാപ്തിയുള്ള ഒന്നാണ് ഈ മായ. സദസത് വിലക്ഷണമായി. ഈ മായയെ സത്തെന്നോ അസത്തെന്നോ പറയാൻ പറ്റില്ല. എന്താണ് സത്ത് അസത്ത്? ഈ വാക്കുകളുടെ അർത്ഥം സത്ത് നശിക്കാത്തത്, അസത്ത് നശിക്കുന്നത്, ഇല്ലാതാവുന്നത്. അനശ്വരം നശ്വരം എന്ന അർത്ഥത്തിലാണ്. ഈ മായയെ സത്ത് എന്ന് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ സത്ത് സ്വരൂപമായിട്ടുള്ള ബ്രഹ്മമാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. മായ ബ്രഹ്മമല്ല, ബ്രഹ്മത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ട് ഈ മായ സത്തല്ല. ശരി, അസത്താണ് എന്ന് പറയാൻ പറ്റുമോ? അസത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്. ഇല്ലാത്തതാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ലാത്തതാണെന്ന് അങ്ങനെ ഒറ്റയടിക്ക് തള്ളിക്കളയാനും പറ്റില്ല. അനന്തകോടി ജീവന്മാരെ, ത്രിമൂർത്തികൾ ഉൾപ്പെടെയുള്ളവരെ വട്ടം ചുറ്റിക്കുന്നതാണ് ഈ മായയുടെ പ്രധാന ജോലി. അപ്പൊ അതിനെ ഇല്ല എന്ന് പറഞ്ഞ് എങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റും? ഇല്ലാത്തതാണെങ്കിൽ എങ്ങനെയാ നമ്മെ ഭ്രമിപ്പിക്കുന്നത്? അതുകൊണ്ട് അത് അപ്പാടെ ഇല്ലാത്തതാണ് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ബ്രഹ്മത്തെ പോലെ യഥാർത്ഥമാണ് എന്നും പറയാൻ പറ്റില്ല. അതാണ് സദസത് വിലക്ഷണമായും. ഇത് രണ്ടുമല്ല, ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കുള്ളതാണ് മായ എന്ന് പറഞ്ഞാൽ സത്യമെന്നതുപോലെ പ്രകാശിക്കുകയും എന്നാൽ യഥാർത്ഥ സത്യത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ മഞ്ഞ് പോലെ മാഞ്ഞു പോകുന്നവളുമാണ് ഈ മായാശക്തി. അതുകൊണ്ട് ഇതിനെ സത്തെന്നോ അസത്തെന്നോ പറയാൻ പറ്റില്ല. സദസത് വിലക്ഷണയാണ് ഈ മായ. അവിദ്യ അജ്ഞാനം എന്നീ പേരുകളോട് കൂടിയതായും അപരോക്ഷജ്ഞാനത്താൽ നാശം പ്രാപിക്കുന്നതായും. അപരോക്ഷജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ നേർക്കുനേർ നേരിട്ട് ആത്മസ്വരൂപത്തെ അനുഭവിക്കുന്നതാണ് അപരോക്ഷജ്ഞാനം. അപ്പോൾ മാത്രമാണ്
ഈ മായയ്ക്ക് നാശം സംഭവിക്കുക. അങ്ങനെ ഇരിക്കുന്ന അനിർവചനീയ ശക്തിയെ മായ എന്ന് പറയുന്നു. ഇത് മോക്ഷകാലത്ത് വന്ധ്യാപുത്രനെ പോലെയും ജാഗ്രത അവസ്ഥയിൽ ഞാൻ അറിയുന്നില്ല എന്ന ഭാവത്താൽ വിളങ്ങുന്നതായും സ്വപ്നാവസ്ഥയിൽ ഉപാദാന കാരണമായും സുഷുപ്തിയിൽ ഞാനൊന്നും അറിഞ്ഞില്ലെന്ന അവിദ്യാരൂപമായും വിക്ഷേപമെന്നും ആവരണമെന്നും രണ്ട് ശക്തികളോട് കൂടിയതായും ബ്രഹ്മത്താശ്രയിച്ച് അതിനെ വിഷയീകരിക്കുന്നതുമായ ഒരു ശക്തി കൂടെയാകുന്നു. ഇതിനെ മൂലപ്രകൃതി എന്നും പറയുന്നു. എന്താണ് പറയുന്നത്? ഈ മായ മോക്ഷകാലത്ത് മോക്ഷം നേടിക്കഴിഞ്ഞാൽ, പരമാത്മജ്ഞാനം സിദ്ധിച്ചു കഴിഞ്ഞാൽ വന്ധ്യാപുത്രനെ പോലെ ഇല്ലാത്തവളായിത്തീരും. വന്ധ്യാപുത്രൻ മലടിയുടെ മകൻ. മലടിയുടെ മകൻ എന്നൊരാളെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. കാരണം ഒരാള് മലടിയുടെ മകൻ എന്ന് വേറൊരാൾ ചൂണ്ടിക്കാണിച്ചാൽ നമ്മൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഈ മകനെ പ്രസവിച്ച ആ സ്ത്രീ, ഈ കുട്ടിയുടെ അമ്മ എങ്ങനെയാ മലടിയാവുക? മലടി എന്ന് പറഞ്ഞാൽ പ്രസവിക്കാത്ത സ്ത്രീയാണല്ലോ മലടി എന്ന് പറയുക. അപ്പൊ മലടിയുടെ മകൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. മോക്ഷം അഥവാ ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ മലടിയുടെ മകനെ പോലെ ഇല്ലാത്തതായി എങ്ങോ പോയി മറയും. ഏത്? ഈ മായ. ജാഗ്രത അവസ്ഥയിൽ ഞാൻ അറിയുന്നില്ല എന്ന ഭാവത്തിലാണ് ഈ മായ പ്രകാശിക്കുന്നത്. നമ്മൾ ഉണർന്നിരിക്കുന്ന വേളയിൽ നിങ്ങൾക്ക് ആത്മതത്വത്തെ അറിയാമോ, ബ്രഹ്മത്തെ അറിയാമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത്. ബ്രഹ്മമായിരിക്കെ ഞാൻ ബ്രഹ്മത്തെ അറിയുന്നില്ല എന്ന് പറയുന്നതാണ് മായയുടെ ഗംഭീരൻ പ്രകടനം. ഞാൻ അറിയുന്നില്ല എന്ന ഭാവത്തിൽ അത് പ്രകാശിക്കുന്നു ജാഗ്രതത്തിൽ. സ്വപ്നാവസ്ഥയിൽ ഉപാദാന കാരണമായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ പല ദൃശ്യങ്ങളെയും നാം അനുഭവിക്കുന്നുണ്ടല്ലോ. ജാഗ്രതത്തിൽ ഉള്ളതും ഇല്ലാത്തതുമായ പലതും സ്വപ്നത്തിൽ നാം അനുഭവിക്കുന്നുണ്ട്. ഈ സ്വപ്ന പദാർത്ഥങ്ങൾ എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ്? അല്ലെങ്കിൽ ആരാണ് അവയെ ഉണ്ടാക്കി തീർക്കുന്നത്? ഈ മായ. അതാണ് സ്വപ്ന ദൃശ്യങ്ങൾക്ക് ഉപാദാന കാരണമായും എന്ന് പറഞ്ഞത്. ഇനി സുഷുപ്തി അവസ്ഥയിലേക്ക് വന്നാലോ, സുഷുപ്തിയിൽ നമ്മൾ ആത്മാവായി തീരുകയാണ് ചെയ്യുന്നത്, ആത്മാവുമായി ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന ഒരാളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, സുഹൃത്തെ നിങ്ങൾക്ക് എന്തു പറ്റി? അല്ല ഞാൻ ഉറങ്ങി. അല്ല ഈ ഉറക്കം എന്ന് പറയുന്നത് എന്താണ്? എനിക്കറിയില്ല എന്നാണ് പറയുന്നത്. എനിക്ക് എന്ത് സംഭവിച്ചു എൻ്റെ ഉറക്കത്തിൽ എന്ന കാര്യം എനിക്കറിയില്ല. നിങ്ങൾക്ക് തന്നെ അറിയില്ലെങ്കിൽ, ഉറങ്ങുന്നയാളിന് തന്നെ അത് വ്യക്തമായി പറയാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റാർക്കാണ് പറയാൻ കഴിയുക? ഇങ്ങനെ താൻ അനുഭവിച്ച ഉറക്കം എന്ന അനുഭവത്തെ എന്താണെന്ന് നിർവചിക്കാൻ പറ്റാതെ കണ്ണും മിഴിച്ച് ഇരിക്കാൻ കാരണമായ ശക്തിയാണ് ഈ മായ. ഉറക്കം ഗംഭീരമായ അനുഭവമാണ്. പക്ഷേ ഉറക്കം എന്താണെന്ന് നമുക്ക് എത്ര കാലം ഉറങ്ങിയാലും വ്യക്തമാക്കാൻ പറ്റുന്നില്ല, നിർവചിക്കാൻ പറ്റുന്നില്ല. ഇനി ആ സുഷുപ്തിയിൽ ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്നാണ് നമ്മുടെ അനുഭവം. ഞാൻ സ്വയം മറന്നുറങ്ങി, ഒന്നും അറിഞ്ഞില്ല. ഇങ്ങനെ അറിവില്ലായ്മയുടെ ഒരു ആവരണം തീർത്തുകൊണ്ടാണ് മായ സുഷുപ്തിയിൽ വർത്തിക്കുന്നത്. സുഷുപ്തിയിൽ ഞാനൊന്നും അറിഞ്ഞില്ലെന്ന അവിദ്യാരൂപമായും, ഇനി ജാഗ്രതത്തിലും സ്വപ്നത്തിലുമൊക്കെ രണ്ട് പ്രകടനമാണ് മായയ്ക്കുള്ളത്. വിക്ഷേപം എന്നും ആവരണമെന്നും രണ്ട് ശക്തികളായി ഈ മായ പിരിയുന്നു. വിക്ഷേപം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിനെ പൊന്തിച്ചു കാണിക്കുന്ന ശക്തിവിശേഷം. ആവരണം എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ മറച്ചു കളയുന്ന ശക്തിവിശേഷം. ബ്രഹ്മത്തെ മറച്ചിട്ടാണ് പ്രപഞ്ചത്തെ സത്യം എന്ന പോലെ മായ തോന്നിക്കുന്നത്. അതുകൊണ്ട് ഈ വിക്ഷേപ ആവരണ ശക്തികൾ മായയുടേതാണ്. ഇനി ബ്രഹ്മത്തെ ആശ്രയിച്ച് അതിനെ വിഷയീകരിക്കുന്നതുമായ ഒരു ശക്തി കൂടെയാകുന്നു. ബ്രഹ്മത്തെ ആശ്രയിച്ചാണ് ഈ മായ നിൽക്കുന്നത്. പക്ഷേ ഈ ബ്രഹ്മത്തെ പോലും ഒരു വിഷയം എന്ന പോലെ തോന്നിക്കുന്നു. വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കുമൊക്കെ ചെന്നെത്താൻ പറ്റുന്ന പ്രപഞ്ച പദാർത്ഥങ്ങളെ പോലെ ഒന്നാണ് ഈ ബ്രഹ്മം എന്ന് തോന്നിക്കുന്നതും മായയുടെ വമ്പൻ പ്രകടനമാണ്. ഈ മായയെ മൂലപ്രകൃതി എന്നും പറയുന്നു. അതുകൊണ്ട് അദ്ഭുതമാണ് ഈ മായയുടെ ശക്തി. ആ ശീർഷകം ഇവിടെ അവസാനിക്കുന്നു. 22ാമത്തെ ശീർഷകം. മായയുടെ വിവരണം തീരുന്നില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് 23ാമത്തെ ശീർഷകം വായിക്കാം. അതിന്റെ പേര് മായാകാര്യം എന്നാണ്. ഇത് മായയുടെ സ്വരൂപത്തെയാണ് ഇവിടെ ഈ ശീർഷകത്തിൽ പ്രതിപാദിച്ചത്. ഇനി ഈ മായ എന്തൊക്കെയാണ് ഉണ്ടാക്കി തീർക്കുന്നത്? മായാകാര്യം എന്ന് പറഞ്ഞാൽ
പ്രപഞ്ചം. ജീവജാലങ്ങളുടെ ശരീരങ്ങളെല്ലാം പ്രപഞ്ചത്തിനകത്താണ്. എന്തൊക്കെ നമ്മുടെ അറിവിന്റെ മണ്ഡലത്തിൽ ഒതുങ്ങുന്നുവോ അതെല്ലാം മായാകാര്യങ്ങളാണ്. ആ മായാകാര്യം എന്ന പേരോടുകൂടിയ 23ാമത്തെ ശീർഷകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം.